ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോഴും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുമ്പോൾ ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് ഇളക്കി 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി ഇനി ചെറുതായി അരിഞ്ഞു വെച്ച 4-5 ബീൻസും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1/2 ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് ഒരു പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതും ചേർത്ത് മൂന്ന് സ്പൂൺ ബ്രെഡ് ക്രംസും ഈ കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കണം. ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. എന്നിട്ട് ഇത് മുക്കി പൊരിക്കാൻ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1.5 സ്പൂൺ മൈദയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഈ തണുത്ത കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടുന്നത്. എന്നിട്ട് മൈദാ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് മുക്കി എടുത്തു വെക്കണം. അങ്ങനെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ വരെ വെക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചുമിട്ട് വറുത്ത് കോരി എടുക്കാം. കോരി എടുക്കാൻ നേരത്ത് ഫ്ലെയിം ഒന്നും കൂടി കൂട്ടി വെച്ച് കൊടുക്കണേ, അല്ലേ എണ്ണ പിടിക്കും. അങ്ങനെ എല്ലാം വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോകരുതേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.